വഖഫ് ബോർഡ് കൈക്കലാക്കിയ തളി മഹാശിവക്ഷേത്ര ഭൂമി തിരിച്ചുപിടിക്കാൻ പ്രക്ഷോഭത്തിനൊരുങ്ങി ഹൈന്ദവ സംഘടനകൾ. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം നടത്തുക. മലപ്പുറം പൊന്നാനിയിൽ കാഞ്ഞിരമുക്ക് തളി മഹാശിവക്ഷേത്ര ഭൂമിയാണ് വഖഫ് ബോർഡ് കൈക്കലാക്കിയത്. വഖഫ് ബോർഡ് കൈക്കലാക്കിയതിനു പിന്നാലെ ഇതിനെതിരെ പ്രദേശത്തെ നിരവധി ഹൈന്ദവ വിശ്വാസികൾ രംഗത്തെത്തിയിരുന്നു. പഞ്ചായത്തിനും പോലീസിനും പരാതി നൽകുകയും പ്രവർത്തനം തടയാനുള്ള സ്റ്റോപ്പ് മെമ്മോ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് മൗനത്തുൽ ഇസ്ലാം സഭ കെട്ടിടം നിർമ്മിച്ചത്. അനുമതിയില്ലാതെയാണ് കെട്ടിടം നിർമ്മിച്ചതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പ്രക്ഷോഭത്തിനായി വിവിധ ഹിന്ദു സംഘടനകളുടെ യോഗം ചേർന്നു. 1918 ക്ഷേത്രം തകർന്നത്. എന്നാൽ പിന്നീട് പൂജകളൊന്നുമില്ലാതെ ക്ഷേത്രം അനാഥമായി കിടക്കുകയായിരുന്നു. കാലങ്ങളോളം കാടുകയറി കിടന്ന ഭൂമിയാണ് വഖഫ് കൈക്കലാക്കിയത്. പിന്നീട് ഇത് മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. കൂടാതെ പ്രവർത്തനങ്ങളില്ലാതെ വഖഫ് ബോർഡ് നോക്കുകുത്തിയാണെന്ന് കാണിച്ച് ആന്ധ്ര സർക്കാർ വഖഫ് ബോർഡ് പിരിച്ചുവിട്ടു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ചന്ദ്രബാബു നായിഡു സർക്കാരിന്റേതാണ് പുതിയ ഉത്തരവ്. നിലവിലെ ബോർഡ് മെമ്പർമാരുടെ നിയമം അസാധുവാക്കി. പുതിയ വഖഫ് ബോർഡ് അംഗങ്ങളെ ഉടൻ നിയോഗിക്കുമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ആന്ധ്രയിലെ വഖഫ് ബോർഡിലെ നിയമനങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. നിലവിൽ SK ഗ്വാജ എന്നയാളുടെ നിയമനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ജഗൻമോഹൻ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡ് അംഗങ്ങൾക്ക് ഇതിനുള്ള യോഗ്യത ഇല്ലെന്ന് കാട്ടി ആന്ധ്ര ഹൈക്കോടതിയിൽ ഹർജികൾ നിലവിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവാദ നിയമനങ്ങൾ ചന്ദ്രബാബു നായിഡു സർക്കാർ റദ്ദാക്കിയത്. നിലവിൽ വിവാദ നിയമനങ്ങളിൽ തീരുമാനമാകുന്നതുവരെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. വഖഫ് ബോർഡ് രൂപീകരിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പുറത്തിറക്കിയ സർക്കാർ ഉത്തരവ് പിൻവലിച്ച് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ശനിയാഴ്ച പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് YSR കോൺഗ്രസ് പാർട്ടിയുടെ അന്നത്തെ സർക്കാർ 11 അംഗ വഖഫ് ബോർഡ് രൂപീകരിച്ചിരുന്നത്. ഇവരിൽ 3 പേർ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ബാക്കിയുള്ളവർ നോമിനേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. തുടർന്ന് വഖഫ് ബോർഡ് രൂപീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ 2023 നവംബർ 1 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചെയർപേഴ്സണൽ തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തു. വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുന്നതിനും വഖഫ് ബോർഡിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനുമുള്ള താൽപര്യം മുൻനിർത്തിയും ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിച്ചതിനും ശേഷമാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്നാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി കാദി ഹർഷവർദ്ധൻ പറഞ്ഞത്. അതേസമയം മഹാരാഷ്ട്രയിൽ സംസ്ഥാന വഖഫ് ബോർഡിന്റെ ശാക്തീകരണത്തിന് സർക്കാർ അനുവദിച്ച 10 കോടി രൂപ BJPയുടെ പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. വ്യാഴാഴ്ചയാണ് വഖഫ് ബോർഡിന്റെ ഫണ്ട് നൽകുന്നതിന് ഫിനാൻസ് ആൻഡ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം നൽകിയത്. BJP എതിർപ്പുമായി രംഗത്തെത്തിയതോടെ ഉത്തരവ് റദ്ദാക്കിയതായി ചീഫ് സെക്രട്ടറി സ്ഥിരീകരിക്കുകയായിരുന്നു. വഖഫ് ബോർഡുകളുടെ സ്വയം ഭരണാധികാരത്തിൽ കടന്നുകയറാൻ മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം തുടരുന്നതിനിടെയായിരുന്നു സംഭവം. കൂടാതെ കഴിഞ്ഞ ദിവസമാണ് 115 വർഷത്തെ പാരമ്പര്യമുള്ള കോളേജിന്മേൽ അവകാശവാദം ഉന്നയിച്ച് ലക്നോ വഖഫ് ബോർഡ് രംഗത്തെത്തിയത്. വാരണാസിയിലെ പുരാതനമായ ഉദയ് പ്രതാപ് കോളേജിന്മേലാണ് അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചത്. 500 ഏക്കറിലാണ് കോളേജ് ക്യാമ്പസ് നിലനിൽക്കുന്നത്. ഡിഗ്രി കോളേജ്, ഇന്റർ കോളേജ്, റാണി മുരാർ ബാലിക, രാജാർഷി ശിശുവിഹാർ, രാജാർഷി പബ്ലിക് സ്കൂൾ തുടങ്ങിയവ ഇതേ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട്. 20,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വളരെ പ്രശസ്തമായ കോളേജാണിത്. ലക്നോ കേന്ദ്രമാക്കിയ UP സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് അസിസ്റ്റന്റ് സെക്രട്ടറി ആലെ അദിക് 1995 വഖഫ് ആക്ട് പ്രകാരം കോളേജിന്മേൽ അവകാശവാദം ഉന്നയിച്ച് മാനേജ്മെന്റിന് 2018 ആദ്യം നോട്ടീസ് അയച്ചത്. 1909 ഉദയ് പ്രതാപ് കോളേജ് സ്ഥാപിതമായതെന്നാണ് ഉദയ് പ്രതാപ് വിദ്യാഭ്യാസ സമിതിയുടെ അന്നത്തെ സെക്രട്ടറി UN സിൻഹ ഇതിന് മറുപടി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അവകാശവാദവുമായി വഖഫ് ബോർഡ് എത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വഖഫ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? സവിശേഷമായ ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം എന്നതിനപ്പുറം വർത്തമാന ഇന്ത്യയിൽ ഏറെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് വഖഫ്. മുനമ്പം പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും വഖഫ് എന്ന പദം ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടാൽ കൈ മുറിയുമെന്നുറപ്പുള്ള ഇരുതല മൂർച്ചയുള്ള വാളാണ് നിലവിൽ വഖഫ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മുസ്ലിം ജനസമൂഹത്തിന്റെ ഒരു ദാന രീതിയാണ് വഖഫ്. സ്വന്തം സ്വത്തുക്കൾ അതെന്തായാലും പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. ഇങ്ങനെ സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വിശ്വാസികൾ സമർപ്പിക്കുന്ന സ്വത്തുക്കളുടെ സംരക്ഷകനാണ് വഖഫ് ബോർഡ്. വഖഫിനായി നൽകുന്ന സ്വത്തുക്കൾ പിന്നീട് ഒരിക്കലും തിരികെ കൊടുക്കാൻ ആകില്ലെന്നതാണ് പ്രത്യേകത. മതപരമായോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ സ്വത്തുക്കൾ വഖഫ് ബോർഡുകൾക്കായാലും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം സ്വത്തുക്കളിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാനാവൂ.
മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ഖബറിടങ്ങൾ, സൂഫി ദർഗകൾ എന്നിവയെല്ലാം സംരക്ഷിക്കപ്പെട്ടു വരുന്നത് ഈ വഖഫ് തത്വം അനുസരിച്ചാണ്. എന്താണ് വഖഫ് ബോർഡ് എന്ന് നോക്കാം. ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും തങ്ങളുടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും പരിപാലിക്കാനും അവകാശമുണ്ട്. ഇതിനായി സർക്കാർ പിന്തുണയിലുള്ള പല സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഹിന്ദു മതത്തിൽ വിവിധ മത എൻഡോൺമെന്റ് നിയമങ്ങൾ അനുസരിച്ച് ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഇക്കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത്. സിഖ് സമുദായത്തിൽ ഗുരുദ്വാര നടത്തിപ്പിന് പ്രത്യേക നിയമമുണ്ട്. വിവിധ ക്രൈസ്തവ സഭകൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത അവരുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിപാലിക്കുന്നു. ഇതിന് സമാനമായി മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് ബോർഡ്. ഇത് പ്രവർത്തിക്കുന്നത് 1995 വഖഫ് നിയമപ്രകാരമാണ്. ദില്ലി സുന്നത്തുമാരുടെ ഭരണകാലത്ത് തന്നെ വഖഫ് ആചാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔപചാരിക നിയമം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ്. 1913 ചില റെഗുലേഷൻസ് മുന്നോട്ട് വെക്കുന്നു. പിന്നീട് 1923 മുസൽമാൻ വഖഫ് ആക്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വരുന്നു. സ്വതന്ത്ര ഭാരതത്തിലും വഖഫ് നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 1954 ദ സെൻട്രൽ വഖഫ് ആക്ട് എന്ന നിയമം കൊണ്ടുവരുന്നതോടുകൂടി വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടു തുടങ്ങി. 1954 ഈ നിയമപ്രകാരം വഖഫ് സ്വത്തുക്കളുടെ പരിപാലനത്തിനും നിയന്ത്രണങ്ങൾക്കുമായി സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ നിയമിതമായി. അങ്ങനെ നിലവിൽ വന്നതാണ് സംസ്ഥാന വഖഫ് ബോർഡുകൾ. 1995 പുതിയ നിയമം അന്നത്തെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നു. ഇതാണ് വഖഫ് ആക്ട് ഓഫ് 1995 എന്നറിയപ്പെടുന്ന ഇപ്പോൾ നിലവിലുള്ള നിയമം. ഈ നിയമത്തിൽ 2013 മൻമോഹൻ സിംഗ് സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബോർഡുകളെ ഏകോപിപ്പിക്കാനായി കേന്ദ്രതലത്തിൽ സെൻട്രൽ വഖഫ് കൗൺസിലും നിലവിൽ വന്നു. 1954 ഈ നിയമത്തെ എടുത്തുമാറ്റി 1995 പുതിയ നിയമം അന്നത്തെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നു. ഇതാണ് വഖഫ് ആക്ട് ഓഫ് 1995 എന്നറിയപ്പെടുന്ന ഇപ്പോൾ നിലവിലുള്ള നിയമം. 32 വഖഫ് ബോർഡുകളാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലുമായി ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സുന്നി ഷിയ വിഭാഗങ്ങൾക്ക് പ്രത്യേകം ബോർഡുകളും ചില സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയും. ഇത്തരം ബോർഡുകളുടെ കീഴിൽ ആകെ 8.7 ലക്ഷം സ്വത്തുക്കൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ ഭൂമി തന്നെ 9.4 ലക്ഷം ഏക്കർ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 1.2 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ വഖഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിലാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കും ശേഷം ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫിനാണെന്ന വാർത്തകളും നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇത് വഖഫിനെതിരായ പൊതുബോധം സൃഷ്ടിക്കാനുള്ള കള്ളപ്രചാരണ വേലയാണെന്നാണ് ബോർഡ് പറയുന്നത്. വഖഫ് ബോർഡുകൾക്ക് സ്വത്തുക്കളുടെ ഉടമസ്ഥതാവകാശം ഇല്ലെന്ന്, സ്വത്തുക്കളുടെ പരിപാലന ചുമതല മാത്രമാണ് ഉള്ളതെന്നും മറുവാദവുമായി വഖഫ് ബോർഡും മുന്നോട്ട് വന്നിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.